കലക്കൻ കൊല്ലത്തിന്റെ വേദി ഉണർന്നിരിക്കുന്നു. ഉണ്ണിച്ചേട്ടാ, ഇന്ന് ഞാനും ഉണ്ണിച്ചേട്ടന് മാത്രമല്ല, നമുക്കൊപ്പം ഒരു ഗസ്റ്റും കൂടി ഉണ്ട്. എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ സഹിച്ച് സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഇരിക്കുന്നത്, അതും കൊല്ലംകാരിയായിട്ട്. കൊല്ലത്തേക്ക് വരാതെ യാതൊരു നിർവാഹവുമില്ല. തീർച്ചയായിട്ടും മണൽ വാരിയിട്ടാൽ താഴെ എത്താത്ത അത്ര തിരക്കാണ് ഇവിടെ ഉള്ളത്. കൊല്ലം എല്ലാ തരത്തിലും ഈ കൗമാര കലയുടെ കേളികൊട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പോയിന്റ് സത്യത്തില് കലാകാരിയാണല്ലോ, അവിടെ ഇരിപ്പുറക്കാഞ്ഞിട്ട് വന്നതല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയാണ് മത്സരം, ഇങ്ങനെ പൂരാവേശമാണ്. മോത്തി പറഞ്ഞതുപോലെ ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, അവധി ദിനമാണ്. അതുകൊണ്ടാവും ഇത്രയും തിരക്ക്. മഴയൊക്കെ ഒന്ന് പെയ്ത് കളറൊക്കെ നല്ല മഴ പെയ്തു, അത് പോയി. നമ്മള് കളറൊക്കെ ഒന്ന് മങ്ങുമോന്ന് വിചാരിച്ചു എങ്കിൽ കൂടി ഒന്നുമല്ല. ഇവിടെ ഒരു പൂര ആവേശം തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യമേ ഏതിലേക്ക് പോകാം? നമുക്ക് ആദ്യം ഒരു സംഘഗാനത്തിലേക്ക് പോയാലോ? സംഘഗാനം ആലപിക്കാൻ ആരാ ഉണ്ണിച്ചേട്ടാ? അതെങ്കിലും ഒന്ന് പറയൂ. മോത്തി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഇവിടെ വന്ന് ഈ കുട്ടികളെ കണ്ടു. കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികളാണ്, താരങ്ങളാണ് നമുക്ക് ഇന്ന് പെർഫോം ചെയ്യുന്നത്. കോഴിക്കോട്ടുകാര് ഇവിടെ വന്നു സംഘഗാനം പാടി എ ഗ്രേഡ് മേടിച്ച് നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിക്ക് ഫ്രണ്ടിൽ അവരിങ്ങനെ സുന്ദരി കുട്ടികൾ അണിനിരന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ ഒരു സംഘഗാനത്തിലേക്ക് തുടങ്ങാം. മാതൃഭൂമി പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ സെൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കോഴിക്കോടാണ് സ്ഥലം. അപ്പം കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ഇതേപോലെ ഉറുദു സംഘഗാനത്തിനും ദേശഭക്തി ഗാനത്തിനും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആ പാട്ടിൻ്റെ ഒരു ഭാഗം പാടാം. നിരിഗപമാദഗപരി മധനിരി നിധനി ധമ ധമഗ സരി സരി ദപമ പദ പസനി സരി സക്കരി കസനി സരി സ ഗഗരി രി സനി രി സരി സരി സ जब कभी घर की ये हालत कुछ बिगड़ती ही रहती, जब कभी घर की ये हालत कुछ बिगड़ती ही रहती, माँ की नींद आती नहीं थी, सोच में मसरूफ रहती, ला 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 ला, लोरिया गा गा के मुझको माँ सुलाती थी यहाँ, प्यारी प्यारी सी बोलियाँ लाई जाती थी यहाँ. ഓക്കെ, അപ്പം പൊളിച്ചില്ലേ? അതിമനോഹരമായി പാടിയ കോഴിക്കോട് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചുറ്റും ഒരുപാട് കൊല്ലംകാരുണ്ട് കേട്ടോ. ഈ കൊല്ലംകാർ ഭയങ്കര സഹൃദയരാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ അങ്ങനെ അവരാരും കുഴപ്പക്കാരല്ല. ഇവരെല്ലാവരും മുഴുവനുണ്ട്, എല്ലാവരും സന്തോഷത്തിലാണ്. ഇവിടെ നമ്മുടെ കലക്കൽ കൊല്ലത്തിന്റെ വേദിക്ക് മുൻപിൽ ലൈവായിട്ട് ഒരു പറ്റ സുന്ദരികൾ അങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. മോത്തി, അതെ, തീർച്ചയായിട്ടും ഈ സുന്ദരികളുടെ പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടാലോ? കാണാം. മക്കളെ ഏത് സ്കൂളാ? ഗുരുകുലം ആലത്തൂർ. ഓക്കെ, മത്സരിച്ചു, എ ഗ്രേഡ് മേടിച്ചു. നമുക്ക് റിസൾട്ട് വരുന്നേ. ഓക്കെ, അപ്പൊ റിസൾട്ടിനായുള്ള വെയിറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇവരെ അധിക നേരം വെയിറ്റ് ചെയ്യാനും പറ്റില്ല, കാരണം ഇത്രയും വെയിറ്റ് ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ കണ്ടാലോ? ഉണ്ണിച്ചേട്ടാ, വേഗം തുടങ്ങാനാക്കാം. വേഗം തുടങ്ങിക്കോ മക്കളെ. മനുഷ്യവംശം ചുണ്ടോടടുപ്പിച്ച ലഹരി പാത്രം മാറ്റു, ഹൃദോടടുപ്പിക്കൂ നന്മതൻ ലഹരി. അലഹരി തുഴഞ്ഞി ജീവിതത്തിൻ മറുകര മോക്ഷത്തിൻ കടവണയൂ മർത്യ.
കാർണിവലാണ്. കളറല്ലേ? അതെ, കളർ അതാണ്, കളർഫുൾ ആണ്. സേതു, ഒരു കാര്യമുണ്ട്, ഇവരുടെ സ്കൂള് ഒരിക്കൽ കൂടെ അവരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചേ. VSS ഗുരുകുലം. VSS ഗുരുകുലത്തിന് ഗുരുകുലത്തിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മികച്ച സ്കൂളിലുള്ള സമ്മാനം നേടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ്. ഇത്തവണയും അത് കരസ്ഥമാക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലുമാണ്. ഓക്കെ, തീരെ കയ്യടി പോരാ, ഒരു വലിയ കയ്യടി ഇവർക്ക് കൊടുക്കാമോ? ഓക്കെ. അപ്പൊ നമ്മള് ഇനിയിപ്പോ നമുക്ക് നേരെ പോയി വട്ടപ്പാട്ടൊന്ന് കാണാം. അതെ, വട്ടപ്പാട്ട് കാണണ്ടേ? വട്ടപ്പാട്ടിലേക്ക്. അവർ ഒഴിയുന്നേ നിറമണ മതിലൊരു തിരി പടരുന്നേ, ഉണർവാം സഭയിൽ മംഗളം നേരുന്നേ. നീതുമി സലാമോടെ പുതുമാരൻ കുശിയാലേ. അടിപത്തി താനേ മണി യറാതിരിദാസഭിമാനേ. മോളെ ഏത് അതാണ്, സ്കൂളാ? 1 തരം 2 തരം 3 തരം. അപ്പൊ വടവന്നൂർ സ്കൂളിലെ വഞ്ചിപ്പാട്ടുകാരുടെ അത്ഭുത പ്രകടനത്തിലേക്ക്. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ കിരാതം വഞ്ചിപ്പാട്ട് കുട്ടനാടൻ ശൈലിയിൽ അവതരിപ്പിക്കുന്നു. തകർക്കുകയാണ്. ആർപ്പോ അതെ, ആക്ച്വലി ഈ പാട്ടിന് വഞ്ചിയൊന്നും ഇല്ലെങ്കിലും ഇവരുടെ ഈ ആരോഗ്യം ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഈ ആരോഗ്യത്തിനൊരു കയ്യടി കൊടുത്തേ പറ്റൂ. മാത്രമല്ല, മുഖത്ത് എപ്പോഴും പുഞ്ചിരി സൂക്ഷിച്ചുകൊണ്ടാണ് പാട്ടും. മനോഹരം. അപ്പൊ ഉണ്ണിച്ചേട്ടൻ ഇനിയിപ്പോ എന്താണ്? ഈ മോത്തി കലോത്സവത്തിലൊക്കെ പങ്കെടുത്തതല്ലേ, ഈ നാടോടി നൃത്തം ചെയ്തിട്ടുണ്ടോ?
ശരിക്കും എന്നെ വെട്ടിലാക്കാനുള്ള ഒരു ചോദ്യമാണത്. ഞാൻ നാടോടി നൃത്തം എന്നല്ല, സ്റ്റേജിൽ ഒന്നും കയറിയിട്ടില്ലാതെ കലാതിലകമായ ഒരാളാണ്. ചിത്രം വരെയും അതുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ മാത്രമാണ്. അത്